നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ക്രിട്ടിക്കൽ സ്കിൽ എന്ന് ഇന്ത്യ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ചില മേഖലകൾ പഠിക്കുന്നതിനും ആ മേഖലകളിൽ സർട്ടിഫൈഡ് ആകുന്നതിനും പിന്നീട് ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഒക്കെ ലഭ്യമാകുന്നതിനുമൊക്കെയുള്ള ചില അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT-യും നാസ്കോമും റെഡ് ഹാറ്റും ഒക്കെ ലഭ്യമാക്കിയിരിക്കുന്ന ചില അവസരങ്ങൾ. അപ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും, അത് നോൺ IT മേഖലകൾ ഉൾപ്പെടെ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും IT-യിലെ ഹോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചില മേഖലകൾ പഠിക്കുന്നതിനും ആ പഠനത്തിൻ്റെ ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയിൽ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് ലഭ്യമാകുന്നതിനുമൊക്കെയുള്ള ഒരവസരം, അതൊരു എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, ഒരു ഷോർട്ട് ഡ്യൂറേഷന് മാത്രം ലഭ്യമായിരിക്കുന്ന ഈ അവസരം, ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ക്രിട്ടിക്കൽ സ്കിൽസ് റിക്വയർമെൻ്റ് ഉള്ള ചില മേഖലകളിൽ പഠിക്കുന്നതിനും സർട്ടിഫിക്കേഷൻ നേടുന്നതിനും അതിനോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ് ഒക്കെ ലഭ്യമാകുന്നതിനുമൊക്കെയുള്ള ഈ അവസരങ്ങൾ, ഇത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ മെൻഡസ് ജേക്കബ്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പല അവസരങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ജോലി ചെയ്യുന്ന കുട്ടിക്കാനം മെരിയൻ കോളേജിലെ ഞങ്ങളുടെ MCA വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അതിലുപരി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് അതിൻ്റെ മുൻ ഡയറക്ടറാണ്. ഇപ്പം പ്രമുഖ AI കമ്പനിയായിട്ടുള്ള IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-യുമാണ്. അപ്പം സാർ, അഗെയിൻ വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. സാറിൽ നിന്ന് നമുക്ക് ഈ ഒരു അവസരം മനസ്സിലാക്കാം. സാറാണ് എന്നോട് ഈ ഒരു അവസരം സൂചിപ്പിച്ചത്. സാർ, ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മേഖല, അത് എന്താണ്, അല്ലെങ്കിൽ ആ അവസരം എന്താണ് എന്നൊന്ന് ആദ്യം സൂചിപ്പിക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, അവർ നാസ്കോമുമായിട്ട് ചേർന്ന്, നാസ്കോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ IT കമ്പനീസിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ള അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പനീസ്, അവർ ഒരുമിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത ചില ഏരിയാസ് ഉണ്ട്. അവിടെ സ്കിൽ ഷോർട്ടേജ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ സ്കിൽ ഷോർട്ടേജ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അപ്പം ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് സർട്ടിഫൈഡ് ആകുന്ന കാൻഡിഡേറ്റ്സിന്, പഠിക്കുന്ന സ്റ്റുഡൻസ് ആകാം, പാസ് ഔട്ട് ആയവരാകാം, ജോബ് ഇല്ലാതിരിക്കുന്നവരാകാം, അവർക്കാണ് ആ ഇൻസെൻറ്റീവ് കിട്ടുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു 2 സ്കില്ലാണ്. ഒന്ന് ലിനക്സ് ആൻഡ് കണ്ടെയ്നർ അഡ്മിനിസ്ട്രേഷനും ആൻസിബിൾ ഓട്ടോമേഷനാണ്. അത് ഇവിടെയുള്ള AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഇത് റെഡ് ഹാറ്റുമായിട്ട് ചേർന്നിട്ടാണ് ഈ സ്കീം നടപ്പാക്കുന്നത്. കാരണം റെഡ് ഹാറ്റ് ആണ് ഈ സ്കിൽസ് സർട്ടിഫൈ ചെയ്യുന്നത്. റെഡ് ഹാറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഇത്. അപ്പം ഈ സ്കില്ലുകൾ നമ്മൾ പഠിക്കുന്നു, അതിൽ സർട്ടിഫൈ ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഗവൺമെന്റ് ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയിൽ ഒരു തുക നമുക്ക് നൽകും, അല്ലെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകും. അതെ. അപ്പം കാൻഡിഡേറ്റ്സ് ഇത് പഠിക്കണം, ട്രെയിനിങ് എടുക്കണം, സർട്ടിഫൈഡ് ആകണം. സർട്ടിഫൈഡ് ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവർ ഗവൺമെന്റ് ഒരു പോർട്ടലുണ്ട്, അവിടെ അപ്ലൈ ചെയ്യുന്നു, അവരുടെ അക്കൗണ്ടിൽ ഒരു ഇൻസെൻറ്റീവ് ഇവർക്ക് കൊടുക്കുന്നു. ഓക്കെ സാർ, 2 ഏരിയാസ് പറഞ്ഞു. ആ 2 ഏരിയാസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രണ്ടാമതൊരു ചോദ്യം, ഈ ഏരിയാസ് IT-യുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ IT സ്റ്റുഡൻസിന് മാത്രമേ ഇതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതോ എല്ലാവർക്കും ഓപ്പൺ ആണോ? പിന്നെ ഈ ഏരിയാസ് എന്താണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പം എമേർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ്, അതിൻ്റെ ഒരു ക്ലൗഡ് ആൻഡ് ഡെവോപ്സിലേക്ക്, ആ ട്രാക്കിലേക്ക് പോകുന്ന ഒരു കാൻഡിഡേറ്റിന് അവരുടെ ആദ്യത്തെ സ്റ്റേജാണ് ലിനക്സ്, കണ്ടെയ്നർ ഇതൊക്കെ പഠിക്കുക. കണ്ടെയ്നർ ക്ലൗഡിൻ്റെ അടുത്ത ലെവലാണ്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിയുമ്പം അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ആദ്യം വരിക. ഇനി രണ്ടാമത് ആൻസിബിൾ ഓട്ടോമേഷൻ, അത് ഡെവോപ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഇത്രയും എമർജിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ ആദ്യത്തെ 2 സർട്ടിഫിക്കേഷനാണ് ഇത് രണ്ടും. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ IPSR RHC സർട്ടിഫിക്കേഷൻ കഴിയുന്ന ആരും പ്ലേസ്ഡ് ആകാന്നില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തു, ഇവിടെ ഷോർട്ടേജ് ഉണ്ട്, ഇത് ഡിമാൻഡഡ് സ്കില്ലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത് സർട്ടിഫൈഡ് ആകുന്നവർ. ശരി. അപ്പോഴും IT-കാർക്ക് മാത്രമേ ഇത്, ഉദാഹരണത്തിന് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെ BCA MCA അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്, അതോ എല്ലാ മേഖലയിൽ നിന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാമോ?
ഇത് ഐ ടിക്കാർക്കും നോൺ ഐ ടിക്കാർക്കും പറ്റും. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു നോൺ ഐ ടി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യത്തെ ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പോൾ അത് ആർക്കും, അതായത് ഐ ടിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാഷനുള്ള ഏത് കാൻഡിഡേറ്റിനും, അത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ പാസ് ഔട്ടായിട്ട് ജോബ് ഇല്ലാത്ത ഉള്ള ആൾക്കാർക്കാണോ അവർക്കൊക്കെ കിട്ടും. കാരണം ഞങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇപ്പം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, BA മലയാളം കഴിഞ്ഞവർ, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞവർ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ, ഇങ്ങനെ എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാർ കഴിഞ്ഞ ഒരു 25 വർഷം, അതിനകത്തൊരു 20 വർഷമായിട്ട് നമ്മൾ റെഡ് ഹാറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അവരെല്ലാം അത് സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. ഇന്ന് അവർ ക്ലൗഡ് ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ചിലർ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു MSc എൻവയോൺമെൻറ്റ് സയൻസ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ക്ലൗഡ് പ്രൊഫഷണലായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്ലേസ്ഡ് ആയതാണ്. അപ്പം ഇത് പാഷനുള്ള ആർക്കും പറ്റും. ഓക്കെ. അപ്പോൾ സാറ് സൂചിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഈ മേഖലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. തീർച്ചയായും. എൻ്റെ ഒരു ചോദ്യം, ഇത് മിനിസ്ട്രി ഓഫ് IT ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ നാസ്കോ, അതേപോലെ റെഡ് ഹാറ്റ്, ഇതൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിലേക്ക് IPSR എങ്ങനെയായിരിക്കും, IPSRൻ്റെ റോൾ എന്തായിരിക്കും, ആ കാര്യം, അല്ലെ IPSRൻ്റെ ഈ മേഖലയിൽ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? റെഡ് ഹാറ്റിൻ്റെ പാർട്ട്ണറാണ് IPSR 2003 മുതൽ. നമ്മൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻസ്, റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻസ് ഇവിടെ നിന്നാണ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയത്. അതുകൊണ്ട് റെഡ് ഹാറ്റ് IPSRനെ ചൂസ് ചെയ്തിരിക്കുക ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ IPSR വഴി കൊടുക്കുകയും റെഡ് ഹാറ്റ് സർട്ടിഫൈ ചെയ്യും. ട്രെയിനിങ് IPSR ആയിരിക്കും. എനിക്ക് അറിയണ്ടായി ഇതിൻ്റെ എലിജിബിലിറ്റി, അതായത് എന്തെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞു ആർക്കും പഠിക്കാമെന്ന് പറഞ്ഞു, ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? അതേപോലെ ഇത് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പറ്റുമോ എന്നുള്ള കാര്യം, അതേപോലെ ഇതിന് എന്തെങ്കിലും ഡേറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടോ, ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ഇത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്ന സെപ്റ്റംബർ 30 വരെയാണ്. സെപ്റ്റംബർ 30 മുമ്പ് 2025 സെപ്റ്റംബർ 30 മുമ്പ് ട്രെയിനിങ് എടുത്ത് സർട്ടിഫൈഡ് ആകണം. സർട്ടിഫൈഡ് ആയിട്ട് ഗവൺമെൻറ് ഒരു പോർട്ടലുണ്ട്, അവിടെ അവർ അപ്ലൈ ചെയ്യണം. പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ റെഡ് ഹാറ്റ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. റെഡ് ഹാറ്റ് അക്കാഡമിയുടെ സ്കീമിൽ വരുമ്പോൾ റെഡ് ഹാറ്റ് തന്നെ സർട്ടിഫിക്കേഷൻ ഫീ 50% ആക്കിയിട്ടുണ്ട്. ആ കൊടുത്ത് ഈ ഇൻസെൻറ്റീവ് കൂടെ അവർക്ക് കിട്ടും. പിന്നെ ട്രെയിനിങ് IPSRൻ്റെ പാർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ജൂബിലി ഇയർ ആയതുകൊണ്ട് കുറേയധികം സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അവൈൽ ചെയ്ത് കാണിക്കും വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് വേൾഡിൽ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ക്രിട്ടിക്കൽ സ്കിൽ എന്ന നിലയിൽ ഗവൺമെൻറ്, പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് IT ഐഡൻറ്റിഫൈ ചെയ്ത, നാസ്കോമിനോടൊപ്പം ഐഡൻറ്റിഫൈ ചെയ്ത ചില മേഖലകളിൽ പഠിച്ച് ഗവൺമെൻറ് ഇൻസെൻറ്റീവ് നേടുന്നതിനുള്ള ഒരു അവസരമാണ്. അത് എല്ലാ ഡിഗ്രിക്കാർക്കും PGക്കാർക്കും അല്ലെങ്കിൽ ഈ സാറ് സൂചിപ്പിച്ച മേഖലകളിൽ താല്പര്യമുള്ള എല്ലാവർക്കും, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുമൊക്കെ സെപ്റ്റംബർ 30, 2025 വരെ ലഭ്യമായിരിക്കുന്ന, അതായത് ഈ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് വരെയുള്ളൂ, അങ്ങനെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. ഏതായാലും ഈ ഒരു അവസരം നമ്മളുമായിട്ട് ഷെയർ ചെയ്ത എൻ്റെ സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈ കോഴ്സുകളൊക്കെ റൺ ചെയ്യുന്ന IPSR സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഇതൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ IPSR ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാം. ഓർക്കുക, ഇത് സെപ്റ്റംബർ 30 വരെ ഉള്ളൂ എന്നതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ.